2019 ഫെബ്രുവരി 27 നാസിക്കിലെ ടാഡ പ്രത്യേക കോടതി 25 വർഷത്തെ നിരന്തരവും നിരാശാജനകവുമായ നീണ്ട നിയമ പോരാട്ടങ്ങളുടെ അതിനിർണായകമായ ഒരു വിധി പ്രതീക്ഷിച്ചു 11 പേർ കോടതിയിൽ ക്ഷമയോടെ നിൽക്കുന്നു. ജമീൽ അഹമ്മദ് ഖാൻ, മുഹമ്മദ് യൂനുസ്, യൂസുഫ് ഖാൻ, ഹാറൂൺ അൻസാരി, വസീം ആസിഫ്, അയ്യൂബ് ഇസ്മായിൽ ഖാൻ, ഷെയ്ഖ് ഷാഫി, ഫാറൂഖ് അഹമ്മദ് ഖാൻ, അബ്ദുൽ ഖാദർ ഹബീബി, സയ്യിദ് അഷ്ഫാഖ് മിർ, മുംതാസ് നിർത്താസ് മിർ, ഇങ്ങനെ 11 പേർ. ഇവരുടെ കുടുംബങ്ങൾ കഴിഞ്ഞ 2.5 പതിറ്റാണ്ടിൻ്റെ കഥനഭാരവും പേറി വിധിക്ക് കാതോർത്തിരിക്കവേ ജസ്റ്റിസ് SC ഘാട്ടി വിധി പ്രസ്താവിക്കുന്നു. ടാഡ ചുമത്തപ്പെട്ട് 25 വർഷം വിചാരണ തടവുകാരായി കഴിഞ്ഞ 11 പേർക്കെതിരെയും തെളിവുകളില്ല എന്ന് കണ്ടെത്തി കോടതി അവരെ മോചിപ്പിക്കാൻ ഉത്തരവിടുന്നു. 25 വർഷത്തെ ഇരുൾ മൂടിയ ജീവിതത്തിലേക്ക് സ്വാതന്ത്ര്യത്തിൻ്റെ പൊലിവ് തിക്കിത്തിരക്കുന്നതായി ആ 11 പേർക്കും അനുഭവപ്പെട്ടു. 1/4 നൂറ്റാണ്ടുകാലം ശൂന്യത ശ്വസിക്കുകയും നിശ്വസിക്കുകയും ചെയ്തതോർത്ത്, അക്കാലം അത്രയും നഷ്ടപ്പെട്ട വസന്തമോർത്ത് അവർക്ക് കരച്ചിൽ തള്ളി വന്നു. പലരുടെയും കുടുംബങ്ങൾ വാവിട്ട് കരഞ്ഞു. കോടതി വളപ്പിൽ നിന്നിറങ്ങുമ്പോൾ ഇനിയുള്ള ദിവസങ്ങളിലെ ദിനചര്യകളോർത്ത് അവരിൽ പലർക്കും ആധിയുണ്ടായി. എന്നേക്കുമായി നഷ്ടമായി എന്ന് തോന്നിയ ഇടങ്ങളിലേക്ക് പറിച്ചു നടാൻ കെൽപ്പുള്ള ജീവിതം തങ്ങൾക്കിനി ബാക്കിയില്ലെന്നോർത്ത് അവർക്ക് ദുഃഖം തികട്ടി. കാലം ഇത്രയും കേട്ടുകൊണ്ടിരുന്ന തീവ്രവാദി വിളികളിൽ, ഒറ്റുകാരൻ എന്ന നോട്ടങ്ങളിൽ, ഭീകരൻ എന്ന മുദ്രകളിൽ നഷ്ടപ്പെട്ടുപോയ അഭിമാനബോധം തിരിച്ചു കിട്ടാതെ തല കുനിച്ചുകൊണ്ട് തന്നെ അവർ പടിയിറങ്ങി തുടങ്ങി. അന്നേരം തീവ്രവാദികളെന്ന് ചാപ്പകുത്താൻ മത്സരിച്ച മാധ്യമങ്ങളെ നോക്കി അവർ നിസ്സഹായതോടെ ഒരു നോട്ടമെറിഞ്ഞു. ചിലരെങ്കിലും പുഞ്ചിരിച്ചു. അഭ്യൂഹങ്ങളുടെ, അതിവായനയുടെ, മുൻധാരണകളുടെ പ്രചാരകരായി ജീവിതം നശിപ്പിച്ചവർക്ക് നേരെയുള്ള ദഹിപ്പിക്കുന്ന നോട്ടങ്ങളും നെടുവീർപ്പുകളുമായി അവർ നടന്നകന്നു. മഹാരാഷ്ട്രയിലെ താപ്തി നദിയുടെ തീരത്ത് ജൽഗാവോ ജില്ലയിലാണ് ഭൂസാൾ എന്ന നഗരം. ഈ ജില്ലയിൽ ജനസാന്ദ്രതമേറിയ ഏറ്റവും വലിയ നഗരമാണിത്. ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടതിന് ശേഷം ഇന്ത്യയിൽ പലയിടങ്ങളിലുമുണ്ടായ വർഗീയ സ്വാരസ്യങ്ങളും സംഘട്ടനങ്ങളും കലാപങ്ങളും മഹാരാഷ്ട്രയെയും കാര്യമായി ബാധിച്ചിരുന്നു. മുംബൈ നഗരപ്രാന്തങ്ങളിലും ചേരികളിലുമുണ്ടായ വർഗീയമായ വിഭജനം ഭീതിതമായിരുന്നു. കലാപവും ബോംബ് സ്ഫോടനങ്ങളുമൊക്കെ ഉണ്ടായി. രാഷ്ട്രീയക്കാരും പോലീസും ഭൂമാഫിയകളും അധോലോകവും ഇന്ത്യയിലെ ഒരു വൻ നഗരത്തിൻ്റെ സ്വസ്ഥതയും സമാധാനവും പങ്കിട്ടെടുത്തു. മഹാരാഷ്ട്രയിൽ പലയിടങ്ങളിലും വൻതോതിൽ മുസ്ലിങ്ങളെ പോലീസ് തടവിലാക്കുന്നു. കലാപശ്രമങ്ങൾ, സ്ഫോടന പരമ്പരകൾ ആസൂത്രണം ചെയ്യുന്നത്, തീവ്രവാദ ബന്ധം എന്നിങ്ങനെ ഒരേ ഭാവവും രീതിയുമുള്ള കേസുകൾ അവർക്കുമേൽ ചുമത്തപ്പെട്ടു. അങ്ങനെയിരിക്കെ ഭൂസ്വാളിലും മുസ്ലിം ചെറുപ്പക്കാരെ തേടി പോലീസും കരിനിയമവും എത്തുകയാണ്. 1994 മെയ് 28 താനെയിൽ ക്ലാസ് മുറിയിൽ നിന്ന് ജയിലിലേക്കുള്ളൊരു ജീവിത പ്രയാണമാണ് ഇതിൽ ഒരാൾക്ക് പറയാനുള്ളത്. അധ്യാപനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്ന ഫാറൂഖ് അഹമ്മദ് ഖാനെ പോലീസ് വിളിപ്പിക്കുന്നു. വിദേശത്തേക്ക് പോകാൻ പാസ്പോർട്ടൊക്കെ ശരിയാക്കിയിരുന്നു ഫാറൂഖ്. തൻ്റെ വിദേശയാത്രയുമായി ബന്ധപ്പെട്ട എന്തോ വെരിഫിക്കേഷനാണ് പോലീസ് തന്നെ വിളിപ്പിക്കുന്നതെന്ന് അദ്ദേഹം കരുതിയുള്ളൂ. പക്ഷേ സ്റ്റേഷനിലെത്തിയ ഉടനെ ഫാറൂഖിനെ കമ്മീഷണറുടെ കാര്യാലയത്തിലേക്ക് കൊണ്ടുപോയി. അവിടേക്കുള്ള യാത്രയിൽ എല്ലാം കീഴ്മേൽ മറിയുന്ന ഒരു പ്രതീതി അയാൾക്ക് അനുഭവപ്പെട്ടു. കമ്മീഷണറുടെ ഓഫീസിൽ വെച്ച് ജമീൽ അഹമ്മദ് ഖാനെ അറിയുമോ എന്ന് ഓഫീസർമാർ അദ്ദേഹത്തോട് ചോദിച്ചു. ജമീൽ തൻ്റെ മാതുലനാണെന്ന് ഫാറൂഖ് അവരോട് മറുപടി പറയുന്നുണ്ട്. എങ്കിലും ആഷിഖ് ഹുസൈൻ ഖാണ്ഡെ എന്ന ഒരാളെ പറ്റി അറിയുമോ എന്നൊരു ചോദ്യം കൂടി ഉയർന്നു വന്നു. അങ്ങനെ ഒരാളെ പറ്റി കേട്ടിട്ടേയില്ല എന്ന് ഫാറൂഖ് മറുപടി പറഞ്ഞു. മുംബൈ പോലീസ് തേടിക്കൊണ്ടിരിക്കുന്ന കൊടും കുറ്റവാളിയാണ് ഇയാളെന്നും ഇയാളുമായി ചേർന്ന് മഹാരാഷ്ട്രയുടെ വിവിധ നഗരങ്ങളിൽ സ്ഫോടന പരമ്പരകൾ ആസൂത്രണം ചെയ്തെന്നും ഹിന്ദു പ്രദേശങ്ങളിൽ കലാപത്തിന് കോപ്പുകൂട്ടിയതുമൊക്കെയാണ് തനിക്ക് പേരുള്ള കുറ്റമെന്നും അതിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണെന്നും ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ ഫാറൂഖിനോട് വിശദീകരിച്ചു. പോലീസിന് ആളുമാറിയതാകാമെന്നും ഹുസൈൻ ഖാണ്ഡെ എന്നൊരാളെക്കുറിച്ചോ ഇപ്പറഞ്ഞ കുറ്റങ്ങളെപ്പറ്റിയോ തനിക്കൊന്നും തന്നെ അറിയില്ല എന്നും ഫാറൂഖ് കരഞ്ഞു കേണു. ഫാറൂഖിനെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്ത അതേ സമയം തന്നെ ജമീൽ അഹമ്മദ് ഖാനെ അടക്കം മറ്റു പലരെയും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. വിവിധ വകുപ്പുകൾ ചുമത്തപ്പെട്ടു. പോലീസ് പീഡനങ്ങളും ചോദ്യം ചെയ്യലുകളും തെളിവെടുപ്പുകളും തുടർന്നു പോന്നു. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഈ പോലീസുകാർക്ക് ഇപ്പറഞ്ഞ കാര്യങ്ങളിലുള്ള താല്പര്യം കുറഞ്ഞതുപോലെ. അതോടെ കാര്യങ്ങൾ കൂടുതൽ വഷളായി. തീവ്രവാദിയെന്ന് മുദ്രകുത്തപ്പെടുകയും കേസുകളിൽ ഒരു തീർപ്പുമില്ലാതാവുകയും ചെയ്യുന്ന അസഹനീയമായ ഒരവസ്ഥ വന്നു. അങ്ങനെയിരിക്കെ ജമിയത്തുൽ ഉലമാ ഹിന്ദിൻ്റെ നിയമസഹായം അവർക്ക് തുണയായി എത്തി. ഒന്നുകിൽ ചുമത്തപ്പെട്ട കേസുകൾ ഫയൽ ചെയ്തതനുസരിച്ച് വിചാരണ നടത്തണം,
അല്ലെങ്കിൽ എല്ലാം ഒഴിവാക്കി ഇവരെ മോചിപ്പിക്കണം. അവർ മേൽക്കോടതികളെ സമീപിച്ചു. അങ്ങനെ മരവിച്ചു തുടങ്ങിയ കേസുകൾക്ക് അനക്കമുണ്ടായി. സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ ഇടപെട്ടു. പക്ഷേ ടാഡ റിവ്യൂ കമ്മിറ്റികൾ കേസുകൾ പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കട്ടെ എന്നായിരുന്നു സർക്കാരിൻ്റെ വിജ്ഞാപനം. വീണ്ടും ഒരു 8 വർഷം കൂടി കേസുകൾ അങ്ങനെ പൊടിപിടിച്ചു കിടന്നു. അവരുടെ ജീവിതവും അതോടൊപ്പം ചിതലരിച്ചു തീരുകയായിരുന്നു. പോലീസ് പീഡനങ്ങൾ അസഹ്യവും ഭീകരവുമായിരുന്നു എന്ന് പറയേണ്ടതില്ലല്ലോ. ആ ദിനരാത്രങ്ങളെപ്പറ്റി ഓർക്കുമ്പോൾ ഇപ്പോഴും ഹാറൂൺ അൻസാരിക്ക് കരച്ചിൽ വരുന്നുണ്ട്. ദിവസങ്ങളോളം ക്രൂരമർദ്ദനത്തിനിരയാക്കി. ഭീകരവാദി എന്ന കുത്തുവാക്കുകളാണ് തീരെ സഹിക്കാൻ പറ്റാതിരുന്നത്. പോലീസിന് ആളുമാറിയതൊന്നുമല്ല, നിരപരാധികളാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ തന്നെ പിടിച്ചുകൊണ്ടുവന്നിരിക്കുകയാണ്. അവർക്ക് കുറച്ച് മുസ്ലിങ്ങളെ വേണമായിരുന്നു. ഞങ്ങൾ ചെയ്ത തെറ്റ് അതുമാത്രമായിരുന്നു എന്ന് ഹാറൂൺ പറയുന്നുണ്ട്. മുസ്ലിമായി ഇന്ത്യയിൽ ജനിച്ചു, പക്ഷേ ഈ രാജ്യം നമുക്ക് അന്യമല്ലെന്ന് തന്നെ അവർ വിശ്വസിച്ചു. നിരപരാധികൾക്ക് മേൽ തീവ്രവാദം ചുമത്തുന്നവരാണ് ശരിക്കും രാജ്യദ്രോഹികൾ. സ്വന്തം രാജ്യത്തെ സഹപൗരന്മാരെ തന്നെ അപരവൽക്കരിക്കുകയാണ് അവർ ചെയ്യുന്നത്. അഖണ്ഡത തകർക്കുന്നത് അവരാണ്. ജമിയത്തുൽ ഉലമ ഹിന്ദിൻ്റെ സഹായങ്ങൾ എത്തിയതോടെ പോരാടാൻ തന്നെ ഇവർ ഉറച്ചു. കുറേ കാലം ജീവിക്കണമെന്ന് അപ്പോഴും കൊതി തോന്നിയിട്ടല്ല, പക്ഷേ ഞങ്ങൾ ഒരിക്കലും ഞങ്ങളുടെ രാജ്യത്തിനെതിരെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് ആരൊക്കെയോ ബോധ്യപ്പെടുത്തണമെന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ചും ജനിച്ചു വളർന്ന ഗല്ലിയിലെ അയൽവാസികളെ, ഓർമ്മ വെച്ച കാലം മുതൽക്ക് കളിച്ചു വളർന്ന കൂട്ടുകാരെ, കുടുംബക്കാരെ. പോലീസ് പിടിയിലായതോടെ എല്ലാവരും ഈ ആളുകളെയും ഇവരുടെ കുടുംബത്തെയും അവഗണിച്ചു കളഞ്ഞു. ഒരു തെളിവുമില്ലാതെ പോലീസ് ഭാഷ്യം അവരൊക്കെയും വിശ്വസിച്ചു. കാലമത്രയും അവരുടെ കൺമുമ്പിൽ വളർന്നവരെ അവർ വിശ്വസിച്ചു. ആദ്യം ബഹിഷ്കരിച്ചത് സ്വന്തം സമുദായം തന്നെയാണ്. ഉറ്റവർ മാത്രം ഇവരെ വിട്ടുപോയില്ല. പക്ഷെ അവരും ഒറ്റപ്പെട്ടു. ജയിലിനകത്ത് ഒറ്റക്കായവരുടെ ഉടയവർ ജയിലിനു പുറത്ത് ഒറ്റയ്ക്കായി. മാധ്യമങ്ങൾക്ക് എവിടെ നിന്നൊക്കെയോ എന്തൊക്കെയോ കഥകൾ കിട്ടുന്നുണ്ടായിരുന്നു. കശ്മീരിലും പാകിസ്ഥാനിലും ഭീകരാക്രമണത്തിനുള്ള പരിശീലനം നേടിയതിൻ്റെ കഥകൾ മുതൽ കൊടും രാക്ഷസന്മാരും നിഷ്ഠൂരരുമാക്കി ചിത്രീകരിക്കുന്ന ഫീച്ചറുകൾ വരെ അവരുണ്ടാക്കി. ഭൂസ്വാൾ അൽ ജിഹാദ് തൻസീം തുടങ്ങിയ ഭീകര സംഘടനകളും മാധ്യമങ്ങൾ അവരുടെ സങ്കല്പത്തിൽ നിന്നുണ്ടാക്കിയെടുത്തു. അതിനെല്ലാം പോലീസ് സാക്ഷ്യങ്ങളും ഉണ്ടായിരുന്നു എന്നത് വേറെ കാര്യം. മുഹമ്മദ് മുർത്തസാമിർ പോലീസ് പിടിയിലാകുമ്പോൾ ഭാര്യയ്ക്ക് നിറവയറാണ്. ജയിലിലായിരിക്കുമ്പോൾ അവൾ ഒരു പെൺകുഞ്ഞിന് ജന്മം കൊടുത്തു. പോലീസ് ഈ വിവരം മുർത്തസയെ അറിയിക്കുന്നില്ല. ഗർഭിണിയായ ഭാര്യയെ ഓർത്തു കരയാത്ത ഒരു ദിവസവും മുർത്തസക്ക് ജയിലിലില്ലായിരുന്നു. തനിക്കൊരു ഓമന മകൾ ഉണ്ടായതെന്നറിയാതെ അയാൾ ജയിലിൽ കഴിയുമ്പോൾ പോലീസ് ഇയാൾക്കെതിരെ കഥകൾ മെനക്കുന്നുണ്ടായിരുന്നു. മാധ്യമങ്ങൾക്ക് പോലീസ് കൊടുക്കുന്നൊരു വിവരം ഇതാണ്: കുഞ്ഞ് പെണ്ണായതിനാൽ മുർത്തസക്ക് കാണണ്ട എന്ന് പോലീസ് പറഞ്ഞു. മാധ്യമങ്ങൾ ഇത് ശരിക്കും ആഘോഷിച്ചു. കൊടും ക്രൂരനും കഠിന ഹൃദയനുമായ ഭീകരനാണ് മുർത്തസ എന്നവർ എഴുതി പിടിപ്പിച്ചു. ഇസ്ലാമിലെ സ്ത്രീവിരുദ്ധത എന്ന വിഷയത്തിൽ അധിക പ്രസംഗങ്ങളുണ്ടായി. കുറ്റവിമുക്തരായി മാറുമ്പോഴും ആ മാധ്യമങ്ങൾക്കൊന്നും ഒരു ഖേദവും കാണില്ല. അവർക്ക് ഇതൊന്നും വലിയ വാർത്തകളേ ആകുന്നില്ല. ടാഡയും പോട്ടയും മാറി ഇപ്പോൾ UAPA ഉണ്ട്. ഈ കരിനിയമങ്ങളൊക്കെയും മുസ്ലിം ചെറുപ്പക്കാർക്കെതിരെ മാത്രം ദുരുപയോഗപ്പെടുത്തുകയാണ്. കടുത്ത മനുഷ്യാവകാശ ലംഘനങ്ങൾക്ക് എല്ലാ സാധ്യതയും നൽകുന്നുണ്ട്. ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ അധികാരങ്ങളും കള്ളക്കേസ് ചമച്ച് കാലമിത്രയും പീഡിപ്പിച്ച പോലീസുകാർക്കെതിരെ ഒരു നടപടിയുമില്ല. ക്രിമിനൽ പീനൽ കോഡിൽ 197 വകുപ്പ് തകർത്ത് കളഞ്ഞത് വേറെയും അനേകം ചെറുപ്പക്കാരുടെ ജീവിതങ്ങളാണ്. നിരപരാധി എന്ന് തെളിഞ്ഞതിൻ്റെ പേരിൽ പോലീസ് നഷ്ടപരിഹാരം കൊടുക്കണമെന്ന് തീർപ്പുണ്ടായത് ഡൽഹിയിലെ മുഹമ്മദ് ആമിർ ഖാൻ്റെ കേസിൽ മാത്രമായിരുന്നു. നഷ്ടപരിഹാരം പോലീസായാലും സർക്കാരായാലും കൊടുക്കുന്നതെന്തായാലും പകരമാകാത്തത് ഇവർക്കൊക്കെ നഷ്ടമായ സമൂഹത്തിലെ അവരുടെ ഇടങ്ങളാണ്. 25 വർഷത്തെ നിയമ പോരാട്ടത്തിനൊടുവിൽ നീതി തേടിയെത്തിയത് വാർത്തകളുടെ തലവാചകത്തിൻ്റെ മാത്രം ഭംഗിയായി മാറുന്ന ഒരു സത്യമാണ്. ആ 25 വർഷം ഏതൊരാളുടെ ജീവിതത്തിലെയും ഏറ്റവും നല്ല കാലമല്ലേ? ജയിലിലും ജാമ്യത്തിലും അപകർഷതയിലും കുത്തുവാക്കുകൾക്കിടയിലും തൻ്റെ പേരിൽ തകർന്നു പോകുന്ന ഉറ്റവരുടെയും ഉടയവരുടെയും കണ്ണീരിലുമായി കഴിയേണ്ടി വരുന്ന 25 വർഷം. സയ്യിദ് അഷ്ഫാഖ് മിർ ഒരു വൈദ്യനായിരുന്നു. ഈ കേസോടെ അയാൾ ഭ്രഷ്ടനായി. തൻ്റെ അരികിൽ ചികിത്സക്ക് വരുന്ന രോഗശമനം നേടിയതിൻ്റെ പേരിൽ ഏറെ സ്നേഹിച്ചിരുന്നവരൊക്കെയും വെറുപ്പോടെ തന്നെ നോക്കുന്നത് കണ്ട് അഷ്ഫാഖ് പലതവണ തളർന്നുപോയി. മുഹമ്മദ് യൂനിസും ഒരു ഡോക്ടറായിരുന്നു. അഷ്ഫാഖിൻ്റെ അതേ അനുഭവമായിരുന്നു യൂനിസിനും. ഹാറൂൺ അൻസാരി അയാളുടെ പ്രദേശത്തെ കേമനായ യുനാനി വൈദ്യനായിരുന്നു. അൻസാരിക്കും വേറെ അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ല. അവഗണനയും അവജ്ഞയും മാത്രം. വിദ്യാസമ്പന്നരായ മുസ്ലിം ചെറുപ്പക്കാരെ വേട്ടയാടുന്നതിൻ്റെ പിന്നിൽ ഒരു മനഃശാസ്ത്രമുണ്ട്. ഒരു സമുദായത്തെ മുഴുവൻ വീണ്ടും വീണ്ടും അപകർഷതയിൽ ആഴ്ത്തുക എന്നതാണത്. ഇത്തരം സംഭവങ്ങൾ ഇന്ത്യയിൽ അനേകം ഉണ്ടാകുന്നുണ്ട്. ഇനിയും മോചിപ്പിക്കപ്പെടാത്ത നിരപരാധികളാണ് ഏറെയും.
മതിയായ നിയമസഹായം എത്താത്തതിനാൽ ജീവിതത്തിലേക്ക് ഇനി ഒരിക്കലും തിരിച്ചു വരാനാകില്ലെന്നതുപോലെ വീണുപോയവരാണവർ. ജമിയത്തുൽ ഉലമ ഹിന്ദ് ചെയ്യുന്നത് പോലെ ഇത്തരക്കാർക്ക് നിയമസഹായം ഉറപ്പുവരുത്താനുള്ള ശ്രമങ്ങളുണ്ടാകണം. ഇത്തരം കേസിൽ അകപ്പെട്ടവരുടെ വിചാരണ വൈകിപ്പിക്കാതിരിക്കുക തന്നെയാണ് ചെയ്യേണ്ട പ്രഥമ സഹായം. അവരുടെ അപരാധിത്വവും നിരപരാധിത്വവും എല്ലാം വഴിയെ തീരുമാനിക്കപ്പെടട്ടെ. തെറ്റു ചെയ്തവരുണ്ടെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടണം. ഒരു കുറ്റവും ചെയ്യാതെ ജീവിതത്തിൻ്റെ നല്ല കാലം മുഴുവൻ ആർക്കും നഷ്ടപ്പെട്ടുകൂടല്ലോ. ഞാൻ അല്പം മുമ്പ് പരാമർശിച്ച ഡൽഹിയിലെ മുഹമ്മദ് ആമിർ ഖാൻ്റെ കഥ കൂടി പറയാം. 1998 ഫെബ്രുവരി 20 രാത്രി ഉമ്മാക്ക് മരുന്ന് വാങ്ങാൻ റോഡിലേക്ക് ഇറങ്ങിയതായിരുന്നു 18 വയസ്സുകാരനായ ആമിർ. പെട്ടെന്നൊരു വാഹനം ആമിറിൻ്റെ അരികിൽ വന്നു നിന്നു. തീരെ കണ്ടുപരിചയമില്ലാത്ത കുറച്ചാളുകൾ അതിൽ നിന്നിറങ്ങി. ഒന്നും ചോദിക്കാനോ പറയാനോ നിൽക്കാതെ അവർ ആമിറിനെ ബലമായി വണ്ടിയിലേക്ക് വലിച്ചിട്ടു. തുടർന്ന് ബോധം പോകും വരെ മർദ്ദിച്ചു. കണ്ണ് തുറക്കുമ്പോൾ ഇരുട്ടു മാത്രമാണ്. പേടിപ്പെടുത്തുന്ന കുറേ നിഴലുകൾ ചുറ്റിലും ഇഴയുന്നത് കാണാം. ശ്വാസം മുട്ടാൻ തുടങ്ങി. ആർത്ത് കരയണമെന്നുണ്ടായിരുന്നു, പക്ഷേ കരച്ചിൽ വന്നില്ല. എന്താണ് സംഭവിക്കുന്നതെന്നതിനെക്കുറിച്ച് ഒരു ധാരണയുമില്ലായിരുന്നു. കുറേ നേരത്തേക്ക് ആരും വന്നില്ല. വെളിച്ചം പോലും കണ്ടില്ല. ദാഹിച്ച് വീണ്ടും തളർന്നു പോയപ്പോൾ മുറിക്കകത്ത് വെളിച്ചം വീണു. അപ്പോഴാണ് ആമിർ അത് ശ്രദ്ധിച്ചത്. അതൊരു ജയിലാണ്. തനിക്ക് ചുറ്റും യൂണിഫോമിലും മഫ്തിയിലുമായി കുറേ പോലീസുകാരുണ്ട്. അവരിലൊരാൾ ആമിറിനെ വെള്ളം കുടിപ്പിച്ചു. ഒരു കസേരയിൽ പിടിച്ചിരുത്തി. എന്നെ ആരൊക്കെയോ തട്ടിക്കൊണ്ടുപോയി സാർ. ഞാനിതെവിടെയാണ്? എൻ്റെ അമ്മയ്ക്ക് മരുന്ന് വാങ്ങിക്കൊടുക്കണം. ആമിർ നിലവിട്ട് കരയുകയാൻ തുടങ്ങി. അപ്പോൾ അവർ അവനെ വീണ്ടും വീണ്ടും മർദ്ദിച്ചു. തനിക്ക് ചുറ്റും പോലീസുകാരെ കണ്ടപ്പോൾ ഒരു വേള പേടിയൊക്കെ മാറിയതായിരുന്നു ആമിറിന്. പക്ഷേ തന്നെ തട്ടിക്കൊണ്ടുപോയവരുടെ കയ്യിൽ നിന്നും മോചിപ്പിക്കപ്പെട്ടതായിരിക്കുമെന്ന ആമിറിൻ്റെ പ്രതീക്ഷയെല്ലാം തെറ്റി. തന്നെ തട്ടിക്കൊണ്ടുവന്നത് പോലീസ് തന്നെയാണ് എന്ന് അവൻ മനസ്സിലാക്കി. പക്ഷേ എന്തിന് എന്ന് മാത്രം മനസ്സിലായില്ല. അന്നേ ദിവസം അവരവനെ മർദ്ദിക്കുക മാത്രം ചെയ്തു. എന്തിന് എന്നതിനെപ്പറ്റി അവരൊന്നും പറഞ്ഞില്ല. പിറ്റേ ദിവസം തളർന്നു കിടക്കുന്ന ആമിറിനെ പിടിച്ചെഴുന്നേൽപ്പിച്ചിരുത്തി ഒരു പോലീസുകാരൻ അലറി, എന്തിനാടാ നീ ദില്ലിയിൽ ബോംബ് വെച്ചത്? നീ ഏത് തീവ്രവാദ ഗ്രൂപ്പിലെ അംഗമാണ്? നിൻ്റെ കൂടെ എത്ര പേര് ഇനിയുമുണ്ട്? അങ്ങനെ നീണ്ടുപോകുന്ന കുറേ ചോദ്യങ്ങൾ. പക്ഷേ ആദ്യത്തെ ചോദ്യം തന്നെ ആമിറിൻ്റെ കണ്ണും കാതും അടപ്പിച്ചിരുന്നു. ഫരീദാബാദ് അടക്കം ഡൽഹിയിലും ചുറ്റുമുള്ള 20 ഇടങ്ങളിലും ബോംബ് സ്ഫോടനം നടത്താൻ പദ്ധതിയിട്ടെന്നായിരുന്നു ആമിറിന് മേൽ ചുമത്തിയ കേസ്. ഒരു 18 വയസ്സുകാരനെ തളർത്താൻ ഇതിൽ പരം എന്തു വേണം? തനിക്കൊന്നും അറിയില്ല എന്നും ഉമ്മാക്ക് മരുന്ന് വാങ്ങാൻ വന്നതാണ് എന്നും അവൻ ആവർത്തിച്ചു പറയുന്നുണ്ട്. ദയവായി വിട്ടയക്കണം, എന്നെ വീട്ടുകാരന്വേഷിക്കുന്നുണ്ടാകും എന്നവൻ കരയുന്നുണ്ടായിരുന്നു. ആമിർ അറസ്റ്റ് ചെയ്യപ്പെട്ട വിവരം വീട്ടുകാരറിയാൻ തന്നെ ദിവസങ്ങളെടുത്തു. കസ്റ്റഡിയിലെടുത്തിട്ടും കേസ് ഫയൽ ചെയ്യാനോ സാധാരണ കുറ്റവാളി എന്ന പരിഗണന പ്രകാരമുള്ള അവകാശങ്ങൾ അനുവദിക്കാനോ ഡൽഹി പോലീസ് മുതിർന്നില്ല. മരുന്ന് വാങ്ങാൻ പോയ ആമിറിനെയും കാത്ത് മാറാരോഗികളായ ഉമ്മയും ഉപ്പയും കാത്തിരുന്നു. ജയിൽ ജീവിതം കൊടും പീഡനങ്ങളുടേതായിരുന്നു. കൈകാലുകളിലെ നഖങ്ങൾ അവർ വലിച്ചൂരി. വേദന മാത്രം നിറഞ്ഞ ജീവിതം ആമിർ ശീലിച്ചു തുടങ്ങി. ഇനിയൊരു മോചനമുണ്ടാകില്ലെന്ന് ഉറപ്പിച്ച അവസരത്തിലും കുറ്റമേറ്റെടുക്കാൻ ആമിർ തയ്യാറായില്ല. കൊല്ലുമെന്നായിരുന്നു പലപ്പോഴും പോലീസിൻ്റെ ഭീഷണി. എൻകൗണ്ടർ ഡൽഹി പോലീസിന് അത്ര പ്രയാസമുള്ള കാര്യമല്ല എന്ന് ആമിറിന് ഇതിനകം മനസ്സിലായിരുന്നു. പക്ഷേ എവിടെ നിന്നോ ഒരു ധൈര്യം വന്നു. മുസ്ലിം ആയതിൻ്റെ പേരിലാണ് താനിത് അനുഭവിക്കുന്നതെങ്കിൽ അഭിമാനമേ ഉള്ളൂ എന്ന് ആമിർ മനസ്സിനെ പറഞ്ഞു സമാധാനിപ്പിച്ചു. ജയിലിനു പുറത്ത് തൻ്റെ കേസ് വാദിക്കാൻ ആരെങ്കിലും ഉണ്ടാകുമെന്ന് ആമിർ കരുതിയിരുന്നില്ല. ആമിറിൻ്റെ പ്രായത്തെയോ കുറ്റകൃത്യങ്ങളുടെ റെക്കോർഡുകളിൽ ഇതുവരെ ചേർക്കപ്പെട്ടിട്ടില്ല എന്നതോ ഒന്നും പരിഗണിക്കപ്പെട്ടില്ല. പുരാണ ദില്ലിയുടെ നിറകപ്പകിട്ടുള്ള തിരക്കുകളിലേക്ക് ഇനി മടക്കമുണ്ടാകില്ലെന്ന് ആമിർ കരുതി. ഇരുട്ടുകുത്തിയ ഇടുങ്ങിയ ജയിൽ മുറികൾ, കറുത്തു നരച്ച ചുവരുകൾ, നിറയെ പട്ടങ്ങളും പറവകളുമുള്ള പുരാണ ദില്ലിയിലെ ആകാശം അവൻ സ്വപ്നങ്ങളിൽ പോലും കാണാതായി. തൻ്റെ ഗല്ലികളിലെ ഇടുങ്ങിയതെങ്കിലും മനോഹരമായ വഴികൾ അവൻ മറക്കാൻ ശ്രമിച്ചു. കൂട്ടുകാരും കുടുംബക്കാരും അവനെയും വീട്ടുകാരെയും കൈയൊഴിഞ്ഞു കാണുമെന്ന് അവനറിയാമായിരുന്നു. എത്ര പെട്ടെന്നാണ് കാലം ഒരാളെ മറക്കുന്നത്! എത്ര വേഗത്തിലാണ് ആളുകൾ ഒരാളെ കുറ്റക്കാരനാക്കുന്നത്! ആമിർ മൗനം ശീലിക്കുകയും ഇരുട്ടിനോട് പൊരുത്തപ്പെടുകയും ചെയ്തു. ആമിറിൻ്റെ കേസ് വാദിച്ചിരുന്ന അഡ്വക്കേറ്റ് ഫിറോസ് ഖാൻ പറയുന്നുണ്ട്, ആമിറിൻ്റെ വീട്ടുകാർ തീർത്തും നിസ്സഹായരായിരുന്നു. എന്തു ചെയ്യണമെന്ന് നിശ്ചയമില്ലായിരുന്നു അവർക്ക്. ഒരിക്കൽ ആമിറിൻ്റെ വാപ്പ വക്കീലിനെ ചെന്ന് കണ്ടു. തൻ്റെ മകനെ ഇങ്ങനെയൊരു കേസിൽ പോലീസ് ജയിലിൽ അടച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞു. മകൻ ചെറുപ്പമാണ്, ഒരു തെറ്റും ചെയ്തിട്ടുണ്ടാകില്ല എന്ന് ഉറപ്പുണ്ട്. അയാൾ വിതുമ്പുകയായിരുന്നു. ഫിറോസ് ഗാസി ഓർക്കുന്നുണ്ട്, തീവ്രവാദ കേസുകളിൽ അകപ്പെട്ടവർക്ക് വേണ്ടി കേസ് വാദിക്കാൻ പാടില്ല എന്നൊരു തീരുമാനം ഇന്ത്യയുടെ പല ഭാഗങ്ങളിലുമുള്ള ബാർ കൗൺസിലുകൾ എടുത്തിരുന്നു.
ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിൻ്റെ എത്രയോ വിപുലമായ നീതിന്യായ വ്യവസ്ഥയുള്ള ഒരു രാഷ്ട്രത്തിൻ്റെ സ്ഥിതിയാണിതെന്ന് ഓർക്കണം. അങ്ങേയറ്റം അപകടകരവും അപലപനീയവുമായ മനുഷ്യാവകാശ ലംഘനമാണിത്. ഈ രാജ്യത്തിൻ്റെ നീതിന്യായ വ്യവസ്ഥയെ, ഭരണഘടനയെ അപമാനിക്കൽ കൂടിയാണ് ബാർ കൗൺസിലുകൾ എടുത്ത അത്തരം തീരുമാനങ്ങളിലൂടെ ഉണ്ടായത്. രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും ഒട്ടേറെ ചെറുപ്പക്കാർ അന്യായമായി തുറുങ്കിലടക്കപ്പെടാൻ ഇത്തരം നീക്കങ്ങൾ കാരണമായി. പോലീസും അഭിഭാഷകരും രാഷ്ട്രീയക്കാരും ഒത്തുകളിച്ചു എന്ന് പറയാം. ഫിറോസ് ഖാൻ ഖാസി കേസ് നടത്താൻ തീരുമാനിച്ചതോടെ സഹപ്രവർത്തകർക്ക് പലർക്കും അമർഷമുണ്ടായി. ജിഹാദിക്ക് വേണ്ടി കേസ് വാദിക്കുന്നവൻ, ഒറ്റുകാരൻ എന്നിങ്ങനെയുള്ള മുറുമുറുപ്പുകളൊക്കെ കേൾക്കേണ്ടി വന്നു. തീസ് ഹസാരി കോടതിയിൽ വിസ്താരം നടത്തിക്കൊണ്ടിരിക്കെ ഒരു വെള്ളിയാഴ്ച ആമിറിൻ്റെ വാപ്പ ഫിറോസ് ഖാസിയെ തൻ്റെ ഗലിയിലെ പള്ളിയിലേക്ക് നിസ്കാരത്തിന് ക്ഷണിച്ചു. ഫിറോസ് ഖാസി തീർത്തും അതിശയിപ്പിക്കുന്ന സംഗതികളാണ് അന്നവിടെ കണ്ടത്. കഴിഞ്ഞ 50 വർഷമായി അവിടുത്തെ താമസക്കാരനായ ആമിറിൻ്റെ പിതാവിനെ ആരും പരിഗണിക്കുന്നില്ല. നേർക്കുനേർ മുഖം വന്നാൽ തിരിഞ്ഞു പോകുന്ന ആളുകൾ, സലാം പറഞ്ഞാൽ പോലും മടക്കാത്തവർ. കോടതി കുറ്റക്കാരനാക്കും മുമ്പ് നമ്മുടെ കൗമ് തന്നെ ഞങ്ങളെയൊക്കെ കുറ്റക്കാരനാക്കിയത് കണ്ടില്ലേ എന്ന് ആമിറിൻ്റെ ഉപ്പ ഈ വക്കീലിനോട് കരഞ്ഞു ചോദിക്കുന്നുണ്ട്. ഭയം മുസ്ലിങ്ങളെ കീഴടക്കുന്നതിൻ്റെ ഉദാഹരണം കൂടിയായിരുന്നു അത്. സാമൂഹികമായി ഭ്രഷ്ട് കൽപ്പിക്കപ്പെട്ടതോടെ ശരിക്കും ഇരുട്ടി അകപ്പെട്ടു പോകുന്നവരാണ് അധികവും. തീവ്രവാദ കേസിൽ തുറുങ്കിലടക്കപ്പെട്ട എത്ര പേർക്ക് ശരിയായ നിയമപരിരക്ഷ കിട്ടിയിട്ടുണ്ടാകും? ഏകപക്ഷീയമല്ലാത്ത വിചാരണ നടക്കുന്നുണ്ടാകും. ഒടുവിൽ കോടതി കുറ്റക്കാരനെന്ന് കണ്ടെത്തുന്ന കേസുകളിൽ പോലും പ്രതി ചേർക്കപ്പെട്ടവർക്ക് വേണ്ടി വാദിക്കാൻ പോലും ആളില്ലാതായി പോയതിൻ്റെ പേരിൽ എത്രയോ ആളുകൾ അവിടെ കുറ്റം ചുമത്തപ്പെട്ടവരായി തീരുന്നുണ്ട്. വല്ലപ്പോഴുമൊക്കെ തന്നെ കാണാൻ വരുന്ന ഉപ്പ ആമിറിനോട് പറഞ്ഞിരുന്നത് ജയിലിലെ ചീത്ത കൂട്ടുകെട്ടുകളിൽ ഒന്നും അകപ്പെട്ടു പോകരുതെന്നായിരുന്നു. അതുകൊണ്ട് ജയിലിനകത്ത് ചങ്ങാത്തങ്ങൾ ചുരുക്കമേ ഉണ്ടായിരുന്നുള്ളൂ. ദേശദ്രോഹി എന്നുള്ള അലർച്ചകളും മർദ്ദനങ്ങളും ഇടയ്ക്കിടെ ഉണ്ടാകും. അതുകൊണ്ട് സെല്ല് വിട്ടു പുറത്തു വരാനേ ആമിറിന് താല്പര്യമുണ്ടായിരുന്നില്ല. ഉപ്പ മരിച്ചപ്പോൾ പോലും ജയിലിൽ നിന്ന് വിവരമറിഞ്ഞില്ല. ഉപ്പയുടെ മയ്യത്ത് കാണാനോ അന്ത്യകർമ്മങ്ങൾ പങ്കെടുക്കാനോ അനുവാദം കിട്ടിയില്ല. ഉപ്പ മരണപ്പെട്ടതിന് ശേഷം ഉമ്മ ആകെ ഒറ്റപ്പെട്ടു പോയിരുന്നു. ഉമ്മാക്ക് കേസ് നടത്തിക്കൊണ്ട് പോകുന്നതിനെ പറ്റിയൊന്നും നിശ്ചയമില്ലായിരുന്നു. പലപ്പോഴും വക്കീൽ ഫീസൊന്നും കൊടുക്കാനുമില്ലായിരുന്നു. വക്കീലന്മാർക്ക് അത് മനസ്സിലാക്കാനും സാധിച്ചിരുന്നു എന്നതൊരാശ്വാസം. അവർ ഉമ്മാനെ കൈവിട്ടില്ല. വാതരോഗിയായ ഉമ്മ കോടതി മുറികളിൽ കയറിയിറങ്ങിയത് ഒരു പതിറ്റാണ്ടിലേറെയാണ്. പടച്ചവൻ്റെ കോടതിയിലുള്ള വിശ്വാസമാണ് അവരെ നടക്കാൻ പ്രേരിപ്പിച്ചതെന്ന് അവർ പറയുന്നു. മനുഷ്യൻ്റെ കോടതിയിൽ തോറ്റാലും പടച്ചവൻ്റെ കോടതി ഉണ്ടല്ലോ എന്ന വിശ്വാസം. ജീവിത ചുറ്റുപാടുകൾ ഇടുങ്ങിയതും ചെറുതുമായതിനാൽ നിയമപരിരക്ഷ കിട്ടാതെ പോകുന്ന കുട്ടികൾക്കും കൗമാരങ്ങൾക്കും വേണ്ടിയാണ് ആമിർ ഇപ്പോൾ ഹർഷ് മന്ദിറിൻ്റെ അമൻ ബിറാദിരിയിൽ പ്രവർത്തിക്കുന്നത്. ഈ പദ്ധതിയുടെ ഡയറക്ടറും മുതിർന്ന അഭിഭാഷകയുമായ സുറൂർ മന്ദിറിനെ ചെന്ന് കണ്ടപ്പോൾ അവർ പറയുന്നുണ്ട്, ആമിർ ഇപ്പോഴും ചെറുപ്പമാണ്. പോയ വർഷങ്ങൾ തിരിച്ചെടുക്കാനാവില്ലെങ്കിലും ഇനിയൊരു ജീവിതം പടുക്കാൻ സാധിച്ചേക്കും എന്ന് ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. എന്നാൽ യൗവനം മുഴുവൻ ജയിലിൽ കഴിയേണ്ടി വന്ന നിരപരാധികൾ കുറേയുണ്ട് നമ്മുടെ രാജ്യത്ത്. അവരെയൊക്കെ ഈ സ്റ്റേറ്റ് എങ്ങനെ പുനരധിവസിപ്പിക്കുമെന്ന് നോക്കേണ്ട കാര്യമാണ്. ഒരുപാട് നീണ്ട ജയിൽവാസത്തിന് അയച്ചിട്ട് ഞങ്ങൾക്ക് തെറ്റുപറ്റിയെന്ന് കൈയൊഴിഞ്ഞാൽ തീർന്നു പോകുന്നതല്ല നമ്മുടെ ഉത്തരവാദിത്തം. അത് സർക്കാരുകൾക്ക് മനസ്സിലാകണം. ആമിറിന് ഡൽഹി പോലീസ് തന്നെ നഷ്ടപരിഹാരം നൽകണമെന്ന് വിധി വന്നത് നല്ല കാര്യമാണ്. സർക്കാർ നഷ്ടപരിഹാരം നൽകണമെന്ന് സാധാരണഗതിയിൽ വിധി ഉണ്ടാകാറുള്ളൂ. എന്നാൽ ആമിറിൻ്റെ കേസിൽ ഡൽഹി പോലീസ് കാണിച്ച മനുഷ്യാവകാശ ലംഘനങ്ങൾ അഡ്രസ്സ് ചെയ്യപ്പെട്ടു എന്നത് ശ്ലാഘനീയം തന്നെ. മുമ്പ് റിസാല വാരികയിൽ ഞാൻ തന്നെ എഴുതിയ കാര്യങ്ങളാണ് ഈ പറഞ്ഞതിലധികവും. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത, ഈ പറഞ്ഞ ആളുകളുടെ മാത്രം കഥയല്ല ഇത്, അനുഭവവുമല്ല. ഇതുപോലെ മരിച്ചു ജീവിക്കുന്ന അനേകം മനുഷ്യരുണ്ട് ഇവിടെ. തനിക്കു മുകളിൽ ചാപ്പ കുത്തപ്പെട്ട ആക്ഷേപങ്ങളും കുറ്റങ്ങളും വിചാരണ പോലും ചെയ്യപ്പെടാതെ അപമാനിതരായി നീറി കഴിയുന്ന കുറേ മനുഷ്യർ. അവരെ പോലെയോ അതിലേറെയോ കൂടുതൽ വേദന തിന്നുന്ന അവരുടെ കുടുംബങ്ങളുണ്ട്. 10-15 വർഷം വിചാരണ തടവുകാരായി കഴിഞ്ഞ് ഒടുക്കം നിരപരാധിയാണെന്ന് പറഞ്ഞ് ഇറക്കി വിടുമ്പോഴേക്കും അവരുടെയൊക്കെ ജീവിതം കരിയില പൊടിഞ്ഞു പോകുന്നത് പോലെ നുരുമ്പിത്തീരും. ഭീമ കൊറേഗോൺ കേസിൽ വിചാരണ തടവുകാരനായി കിടന്ന ജയിലിൽ മതിയായ ചികിത്സ പോലും നിഷേധിക്കപ്പെട്ട് മരിച്ചുപോയ ഫാദർ സ്റ്റാൻ സ്വാമി. ചുമത്തപ്പെട്ട കുറ്റം തെളിയിക്കപ്പെടും വരെ ഒരു ഇന്ത്യൻ പൗരൻ, ഒരു മനുഷ്യൻ എന്ന നിലക്ക് അർഹിക്കുന്ന അവകാശങ്ങളും ആനുകൂല്യങ്ങളും നിഷേധിക്കപ്പെട്ട് ഫാദർ സ്റ്റാൻ സ്വാമിയുടെ വിധി വന്ന് വാതിൽ മുട്ടുന്നതും കാത്തുകിടക്കുന്ന അബ്ദുൽ നാസർ മദനി 17,000 പേജിൻ്റെ കുറ്റപത്രവും 900 സാക്ഷികളുമുണ്ടെന്ന് കാണിച്ച് ഡൽഹി പോലീസ് ആരോപിക്കുന്ന കേസിൽ പക്ഷേ വിചാരണ പോലുമില്ലാതെ ഉമർ ഖാലിദ് എന്ന ഗവേഷക വിദ്യാർത്ഥി ജയിലിൽ വാസം അനുഭവിക്കാൻ തുടങ്ങിയിട്ട് 1876 ദിവസങ്ങളാകുന്നു. ഇതുപോലെ ഭീമമായ കുറ്റപത്രങ്ങൾ സമർപ്പിച്ച് വിചാരണ തുടങ്ങാനിരിക്കെ മേൽക്കുമേൽ കുറ്റപത്രങ്ങൾ ഫയൽ ചെയ്ത് സാങ്കേതികമായി വിചാരണ നടത്താൻ കഴിയാത്ത വിധം
നീതിപീഠത്തെ നീതിപാലകർ തന്നെ കെട്ടിയിടുമ്പോൾ ഷർജീൽ ഇമാം എന്ന വിദ്യാർത്ഥി 2000-ലേറെ ദിവസമായി പോലീസ് തടങ്കലിലാണ്. ഭീമ കൊറഗാൺ കേസിൽ തന്നെ അറസ്റ്റിലായി ജയിലിൽ കഴിയുന്ന പ്രൊഫസർ ഹാനി ബാബു, ഗുജറാത്തിലെ നരേന്ദ്രമോദി സർക്കാരിനെതിരെ നിലപാടെടുത്തതിന് പ്രതികാരമെന്നോണം തടങ്കലിൽ വെക്കപ്പെട്ട സഞ്ജീവ് ഭട്ട്, ജാമ്യ മില്ലയിലെ CA വിരുദ്ധ സമരത്തിന് നേതൃത്വം നൽകിയ ഷിഫാഉർ റഹ്മാൻ, മീരാൻ ഹൈദർ എന്നിങ്ങനെ വിചാരണ തടവുകാരായി കഴിയുന്ന അനേകം മനുഷ്യരുണ്ട് ഇവിടെ. പലപ്പോഴും കുറ്റം ചാർത്താനും അതിൻ്റെ പേരിൽ വലിയ കോലാഹലങ്ങൾ ഉണ്ടാക്കാനും തുടക്കത്തിൽ പോലീസ് കാണിക്കുന്ന മിടുക്കൊക്കെ കെട്ടുപോകും. അന്വേഷണം ഇഴയാൻ തുടങ്ങും. ഒന്നിനു പുറകെ ഒന്നായി ചാർജ് ഷീറ്റുകൾ, അഡീഷണൽ ചാർജ് ഷീറ്റുകൾ സമർപ്പിച്ചുകൊണ്ടേയിരിക്കും. ചാർജ് ഷീറ്റുകളും ബന്ധപ്പെട്ട തെളിവുകളുടെ മെറ്റീരിയലുകളും പ്രതിഭാഗത്തിന് നൽകാൻ പോലീസ് വിസമ്മതിക്കും. ഇങ്ങനെ സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് തന്നെ വർഷങ്ങളോളം കേസുകൾ നീണ്ടു പോകും. ജഡ്ജിമാരുടെയും പ്രോസിക്യൂട്ടർമാരുടെയും അവധിയുടെ പേരിൽ തന്നെ കേസുകൾ നിരന്തരം മാറ്റിവെക്കപ്പെടും. ഒടുവിൽ നീതി വന്നു വിളിക്കുമ്പോഴേക്കും യൗവനവും എന്തിന് ജീവിതം തന്നെയും കാരാഗ്രഹങ്ങളിൽ, കുത്തുവാക്കുകളിൽ, തീവ്രവാദി വിളികളിൽ കഴിഞ്ഞുപോയിട്ടുണ്ടാകും. ആസാറാം ബാപ്പുവിനെ പോലെയുള്ള, റാം റഹീമിനെ പോലെയുള്ള കൊടും കുറ്റവാളികൾക്ക് പരോളും അതിൻ്റെ മേൽ പ്രത്യേക പരോളുമൊക്കെ അനുവദിക്കുന്ന നാടാണിത്. ഒരു ഗർഭിണിയായ സ്ത്രീയെ ക്രൂരമായി കൂട്ടബലാത്സംഗം ചെയ്ത കൊടും ക്രൂരരെ തുറന്നുവിടാൻ തീരുമാനമെടുക്കുന്ന സർക്കാരുകളുടെ, അവർക്ക് പൂമാലയിടുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ നാടാണിത്. ഇവിടെ തന്നെയാണ് കുറ്റാരോപിതർ ഒരു പ്രത്യേക സമുദായമാകുകിൽ, ന്യൂനപക്ഷമോ ദുർബലരോ ആണെങ്കിൽ ആരോപിച്ച കുറ്റങ്ങൾ തെളിയിക്കാനോ കാലതാമസമില്ലാതെ വിചാരണ നടത്താനോ കൂട്ടാക്കാതെ നിയമവും സംവിധാനങ്ങളും ഈ രാജ്യത്തിന് നാണക്കേടുണ്ടാക്കുന്നത്. നമ്മുടെ രാജ്യത്ത് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന കിരാത നിയമങ്ങൾ മുതൽ പലപ്പോഴായി ഭരിച്ച സർക്കാരുകൾ ആവിഷ്കരിച്ച അനേകം കരിനിയമങ്ങൾ വേറെയുമുണ്ട്. പോട്ടയും ടാടയും എന്ന് തുടങ്ങി UAPAയും NSAയും വരെയായി ആ നിയമങ്ങൾ ഇവിടെ കാണാം. എല്ലാം രാജ്യത്തിൻ്റെ അഖണ്ഡത സംരക്ഷിക്കാനുള്ളവയാണത്രേ, രാജ്യസുരക്ഷയ്ക്ക് വേണ്ടിയാണത്രേ. പക്ഷേ ഉപയോഗം രാഷ്ട്രീയ വിമർശകരെ നിശബ്ദരാക്കാനാണ്, ന്യൂനപക്ഷങ്ങളെ ഭയത്തിലമർത്താനാണ്, ചില പ്രത്യേക വിഭാഗങ്ങൾക്കായി സംവരണം ചെയ്തതുപോലെയാണ് കാര്യങ്ങൾ. രാജ്യസുരക്ഷ, തീവ്രവാദം തുടങ്ങിയ കേസുകൾ അന്വേഷിക്കുന്ന NIAയുടെ കൺവിക്ഷൻ റേറ്റ് എന്ന് പറയുന്നത് 2.8% മാത്രമാണെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു. അതായത് കേസ് ചുമത്തി അന്വേഷണം പൂർത്തിയാക്കി വിചാരണയും നടത്തി ശിക്ഷിക്കപ്പെടുന്ന കേസുകളുടെ കണക്കാണ് ഇപ്പറയുന്നത്. സത്യം പറഞ്ഞാൽ NIA എടുക്കുന്ന കേസുകളിലേറെയും വിചാരണ ഘട്ടത്തിലേക്ക് എത്തുന്നവ വിചാരണ പൂർത്തിയാക്കാനും തന്നെ വർഷങ്ങൾ എടുക്കുന്നുണ്ട്. രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അന്വേഷണ ഏജൻസിയുടെ അവസ്ഥയാണ് ഇതെന്നോർക്കണം. അതേസമയം വിചാരണയിലേക്ക് എത്തുന്ന കേസുകളിൽ മഹാഭൂരിപക്ഷവും കുറ്റം ശരിവെക്കുന്നതാണ് എന്ന് NIA അപ്പുറത്ത് അവകാശപ്പെടുന്നുമുണ്ട്. അപ്പോഴും വ്യാജ എൻകൗണ്ടറുകളിൽ കൊല്ലപ്പെടുന്ന നിരപരാധികളുടെ കണക്കുകളും നിയമസഹായം പോലും അനുവദിക്കാതെ UAPAയും മറ്റും ചുമത്തി ജയിലിലടച്ച ചെറുപ്പക്കാരുടെ കണക്കുകളും ഈ രാജ്യത്തിന് അപമാനം മാത്രമാണ്. ഭയം വിതച്ച് ഭയം കൊയ്യുന്ന രാഷ്ട്രീയ നൈതികത ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വെല്ലുവിളിയാണ് എന്ന് പറയേണ്ടതില്ലല്ലോ. ഇത്തരം അന്വേഷണ സംവിധാനങ്ങളും ഏജൻസികളും നിയമങ്ങളുമൊക്കെ മുസ്ലിങ്ങളുടെയും പ്രതിപക്ഷ സ്വരമുയർത്തുന്ന ആക്ടിവിസ്റ്റുകളുടെയും ജീവിതം തകർക്കാനും അവരെ അപരവൽക്കരിക്കാനും ഉപയോഗിക്കുകയാണ് എന്ന വിമർശനങ്ങൾ ഒട്ടും അസ്ഥാനത്തല്ല. ഭീകരതയ്ക്കെതിരായ യുദ്ധങ്ങൾ എന്ന നിലക്ക് നടക്കുന്ന അന്വേഷണങ്ങളും മാധ്യമ വിചാരണകളും ഇവയ്ക്കൊപ്പിച്ച് പ്രചരിപ്പിക്കപ്പെടുന്ന രാഷ്ട്രീയ വ്യവഹാരങ്ങളും ഒരു മാനുഫാക്ചറിങ് കൺസെൻ്റാണ്. ഒരു വംശഹത്യക്ക് വേണ്ട നിലം ഒരുക്കപ്പെടുകയാണ് സത്യത്തിൽ ഇവിടെ. രാജ്യത്ത് നടക്കുന്ന ഭീകരാക്രമണങ്ങൾക്ക് ശേഷമുള്ള മുസ്ലിങ്ങളുടെ ജീവിത സാഹചര്യം നോക്കൂ. ഇരകളാക്കപ്പെടുന്നത് മുസ്ലിങ്ങൾ കൂടിയുള്ള ഇന്ത്യ മുഴുവനുമല്ലേ. പക്ഷേ എല്ലാത്തിനും ഉത്തരം പറയേണ്ടി വരുന്നത് ആരാണെന്ന് നോക്കൂ. സംഘപരിവാർ ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്ന സിവിൽ സർവൻ്റാണല്ലോ അജിത് ഡോവൽ. ഇന്ത്യയുടെ ജെയിംസ് ബോണ്ട് എന്നാണ് പലപ്പോഴും സംഘ് പ്രൊഫൈലുകൾ അദ്ദേഹത്തെ വിശേഷിപ്പിക്കാറുള്ളത്. പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് അറ്റാച്ച് ചെയ്ത നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറാണ് അദ്ദേഹം. 2014 ഇന്ത്യ ഓസ്ട്രേലിയ ഇൻസ്റ്റിറ്റ്യൂട്ട് സംഘടിപ്പിച്ചൊരു ലെക്ചറിൽ അദ്ദേഹം പറയുന്നത് നോക്കൂ. 1947 ശേഷം പാകിസ്ഥാനി ചാരസംഘടനയായ ISI മുസ്ലിങ്ങളെക്കാൾ കൂടുതൽ റിക്രൂട്ട് ചെയ്തത് ഹിന്ദുക്കളെയാണെന്നാണ്. മുസ്ലിങ്ങൾ ഒരു 20% കാണൂ എന്നാണ്. എന്നിട്ടും ആ 80% ഒറ്റുകാരിൽ എത്ര പേർക്ക് UAPA കിട്ടിക്കാണും? എത്ര പേരുടെ ഗല്ലികളിൽ അവരുടെ കുടുംബം ഭ്രഷ്ട് നേരിട്ട് കാണും? മാധ്യമങ്ങളുടെ പ്രൈം ടൈം വിചാരണകൾ നേരിട്ട് കാണും? വർഷങ്ങളോളം വിചാരണ തടവുകാരായി അവരിൽ എത്ര പേർ ജയിലുകളിൽ കാണും? തീവ്രവാദത്തിന് മതമില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. നമ്മുടെ രാജ്യത്തിന് നേരെ ആര് വന്നാലും, അവർ സംസാരിക്കുന്ന ഭാഷ ഏതായാലും, അവർ ആരാധിക്കുന്നു എന്ന് പറയുന്ന ദൈവം ഏതായാലും, അവർ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന മതം ഏതായാലും, അവരുടെ രാഷ്ട്രീയം ഏതായാലും, അവർ നമ്മുടെ ശത്രുക്കളാണ്.
അവരെ ശക്തിയുക്തം എതിർക്കണം. അതേസമയം ഭീകരവേട്ടയുടെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്ന, തടങ്കലിൽ വെക്കപ്പെടുന്ന ഓരോ മനുഷ്യർക്കും കുറ്റം തെളിയിക്കപ്പെടും വരെ അവരുടെ മനുഷ്യാവകാശങ്ങൾ വകവെച്ചു കൊടുക്കാനും കഴിയണം. വിചാരണ നീളുന്നെങ്കിൽ അവർക്ക് ജാമ്യം അനുവദിക്കപ്പെടണം. അത്രമേൽ ഉറപ്പില്ലാത്ത കേസുകളിൽ ക്രമക്കേട് നടത്തി വർഗീയ രാഷ്ട്രീയക്കാർക്ക്, അവരുടെ മാധ്യമ ലോബികൾക്ക് വേണ്ടി കുറേ മനുഷ്യരെ ബലി കൊടുക്കുന്ന ഉദ്യോഗസ്ഥരെ പിടിച്ചുകെട്ടാനും വേണം ഇവിടെ നിയമങ്ങൾ. വർഷങ്ങളോളം ജയിലിൽ കിടന്ന് ഒടുവിൽ നിരപരാധി എന്ന് കണ്ട് വിട്ടയക്കപ്പെടുന്ന മനുഷ്യർക്ക് അവരർഹിക്കുന്ന നഷ്ടപരിഹാരം നൽകണം. അത് അന്വേഷണ ഏജൻസികളും ഭരണകൂടവും നൽകണം. പണം എത്ര നൽകിയാലും പിച്ചി ചിന്തിയ ആത്മാഭിമാനത്തിൻ്റെ പകരമാവില്ലെന്ന വസ്തുത കണക്കിലെടുത്ത് കള്ളക്കേസ് ചമക്കുന്ന മുഴുവൻ ഉദ്യോഗസ്ഥരെയും ജോലിയിൽ നിന്ന് പിരിച്ചുവിടാനും സൂക്ഷ്മമായ അന്വേഷണത്തിനൊടുവിൽ ശിക്ഷിക്കാനും കഴിയുന്ന നിയമങ്ങൾ ഇവിടെ ഉണ്ടാവണമെന്ന് എത്രയോ കേസുകൾ നമ്മോട് വാവിട്ടലറിക്കൊണ്ടിരിക്കുന്നു.